ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പെയിന്റ് ഡിഫക്ട്സ് ആണ്. ഈ ഒരു ഡിഫക്ട്സിന്റെ പേരാണ് ഫിഷ് ഐ. ഹലോ ഗൈസ്, ഓട്ടോമോട്ടീവ് പെയിന്റ് ഡിഫക്ട്സ് പാർട്ട് 3. ഇത് കൂടുതലായി കാണപ്പെടുന്നത് പെയിന്റോ ക്ലിയറോ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും. ഇത് ഉണ്ടാകാനായിട്ട് ഒരു 10-100 കാരണങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. നമ്പർ 1, പ്രോപ്പറായിട്ട് ഡീഗ്രീസിങ് ചെയ്യുക. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വാക്സ് ഓർ പോളിഷിംഗ് കെമിക്കൽസ് അതിന്റെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പെയിന്റോ ക്ലിയറോ അപ്ലൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇത് കൺഫേം ആയിട്ട് ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കംപ്രസറിലൂടെ വെള്ളം വരുന്ന സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാകാം. പിന്നെ നിങ്ങളുടെ കൈകളിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ ഓയിലിന്റെ അംശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് ഉറപ്പായി ഉണ്ടാകും. പെയിന്റ് ചെയ്യുമ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഇതെല്ലാം ഉണ്ടാകാനായിട്ട്. എനിക്കും ഉണ്ടാകാറുണ്ട്. അഥവാ ഫിഷ് ഇത് ഈ ഒരു രീതിക്കാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ ആയതിനു ശേഷം നല്ലപോലെ വീണ്ടും സാൻഡ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഉണ്ടാകുന്ന സിറ്റുവേഷനും ഉണ്ട്. ഇതുപോലെ അവിടെ മാത്രം ചെറിയ രീതിക്ക് മാത്രം ഫിഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. 100% എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഇത് ഉണ്ടാവുന്ന സിറ്റുവേഷനും വരാറുണ്ട്. അതെന്താന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.